ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മനസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു ഈസി ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനായി ഇവിടെ ഒരു 1.5 കിലോ ചിക്കൻ വാങ്ങി നന്നായി കഴുകി, അതായത് മഞ്ഞളും ഉപ്പും ചേർത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ട ചേരുവകൾ: സ്റ്റാർ പൂ 2 എണ്ണം, 2 ഏലക്ക, കുറച്ച് പട്ട, 1 സ്പൂൺ പെരിഞ്ജീരകം, 4 പച്ചമുളക് നീളത്തിൽ കീറിയത്, 2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പുതിനയില, മല്ലിയില, കുറച്ച് എണ്ണ, ഞാനിവിടെ കടലെണ്ണയാണ് എടുത്തിട്ടുള്ളത്, 4 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ചേർത്തരിഞ്ഞതാണ്. ഇവിടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായത് കാരണം ഞാൻ വലിയ ഉള്ളിയും ചേർത്തെടുത്തിരിക്കുകയാണ്. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. ഇപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഞാനൊരു പാത്രം അടുപ്പിൽ വയ്ക്കുന്നു. പാത്രം ചൂടാവുമ്പോൾ കടല എണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. ഞാനിപ്പോൾ കടലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ കടല എണ്ണ. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് സ്റ്റാർ പൂ, കൽപ്പാസി, ഏലക്ക, ഗ്രാമ്പ്, പട്ട ഇതെല്ലാം ഒന്നിട്ട് നല്ല ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി പൂണ്ട് പേസ്റ്റ്, അതായത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ച മണം പോയതിന് ശേഷം പുതിനയില ചേർത്ത് വഴറ്റണം. അതൊരു മണം, പുതിനയിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോൾ നല്ല മണമാണ് കേട്ടോ. നല്ല വയറ് വിശക്ക് ഈ മണം. ഓക്കെ, നമുക്ക് ഈ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ എരിവിനായിട്ട് ഞാൻ റെഡ് ചില്ലി ഉപയോഗിക്കുന്നില്ല. പച്ചമുളക്, പെപ്പർ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ എരിവ് തന്നെയാണ് കേട്ടോ. ഇത് കളർ മാത്രമേ കുറയുന്നുള്ളൂ, ടേസ്റ്റ് അടിപൊളിയായിരിക്കും. ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ ഉപ്പിടുകയാണ്. അപ്പോൾ തക്കാളി എളുപ്പത്തിൽ വെന്ത് കിട്ടും. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി കൂടെ എടുത്തു വച്ചിരിക്കുന്ന മല്ലിപ്പൊടി, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇവിടെ ഗരം മസാലപ്പൊടി എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്യുന്നില്ല. കാരണം ഫസ്റ്റിൽ എണ്ണ ഒഴിച്ചിങ്ങനെ നമ്മൾ അതിൻ്റെ സ്പൈസി ഐറ്റംസ് എല്ലാം ഇട്ട് മൂപ്പിച്ചെടുത്തതാണല്ലോ, അത് ധാരാളം മതിയാവും. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് മഞ്ഞളും ഉപ്പും ചേർത്ത് നന്നായി കഴുകി വെച്ചിരിക്കുന്ന ആ ചിക്കനെ നമുക്കിതിലേക്കിടാം. ചിക്കൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതിലിങ്ങനെ കഴുകി വെച്ചിരിക്കുമ്പോൾ വെള്ളം ഊറി നിൽക്കും. സോ കുറച്ചായിട്ട് അങ്ങനെ പിഴിഞ്ഞ് അതിലിടണം. ആ വെള്ളം അതിലിരുന്നാൽ അത് ടേസ്റ്റ് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ചിക്കനെ കേർഡിൽ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്, അത് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നോൺ വെജിനോട് കൂടി കേർഡ് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്.
ഇപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് ചേർക്കാൻ പോവുകയാണ്, അഥവാ നല്ല മുളക്. ആക്ച്വലി ഇത് തന്നെയാണ് നല്ല മുളക്, റെഡ് ചില്ലി അല്ല. പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നതിന് മുന്നേ വരെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഈ പെപ്പർ അഥവാ കുരുമുളക് തന്നെയാണ്. ഇപ്പോൾ ഇതിൽ കുറച്ച് മല്ലിയില ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ചിട്ട് വേവിക്കാം. ചിക്കനിൽ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. ചിക്കനായിട്ട് മട്ടനായിട്ട് കൂടുതൽ വെള്ളം ആവരുത്. കാരണം വെള്ളം വരും. ആ നല്ല വെന്ത് വരുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. அந்த மீட்லேருந்து அவசியம் இல்லை, தண்ணி வந்துடும், எல்லாருக்கும் தெரியும். புதுவாக கல்யாணம் കഴിഞ്ഞ அப்படி நம்ம யோசிக்கக்கூடாது. எத்தனையோ பேச்சுலர்ஸ் புதுசாக குக் பண்ண ஆரம்பிக்கவே இருப்பாங்க. எல்லாருமே ஏதாவது ஒரு நாளில் புதுசாக தொடங்கி தானே ஆகணும். அவங்களுக்கு ஒரு ടിപ്പാവോ ഒരു നാളേജോ இருக்கட்டும். അത് ശരി തന്നെയാണ്. ഇപ്പം ഞാനിതിൽ കുറച്ച് വെള്ളം ചേർക്കാൻ പോവാണ്. ഇവിടെ ഞാൻ 1 കപ്പ് വെള്ളം ചേർക്കുകയാണ്. നമ്മൾ റെഡ് ചില്ലി ഉപയോഗിക്കത്തെ കാരണം വലിയ കളർ വരില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും. അത് തീർച്ചയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. இதுதான் லைஃபே. நல்லா கொதிச்சிட்டு இருந்துச்சு, കുളുമയാണ് തണ്ണി വീഴുന്ന ഉടനെ കൊതിപ്പടങ്ങിടിച്ചില്ല. ഇത് ആക്ച്വലി ഞാൻ തണുത്ത വെള്ളം എന്ന് വെച്ചാൽ ചൂടുവെള്ളമാണ്, അത് പറയാൻ വിട്ടുപോയി. ചൂടുവെള്ളം നന്നായിട്ട് തണുത്തതാണ്. ഓ, അപ്പോൾ ചൂട് തണുക്ക വച്ചിരിച്ചു. ഉഷ്ണം ഉഷ്ണേന ശാന്തി. ചൂടുവെള്ളം നല്ല തിളച്ചാറിയ വെള്ളമാണ്. പച്ചവെള്ളം ഒഴിക്കാം, പക്ഷേ ஆமாம். ஏன்னா இது குக்கிங் நடுவில் நம்ம சேர்க்குற தண்ணீர் வந்துட்டு ஃப்ரெஷ்ஷான பச்சை தண்ணியாக இருக்கிறத விட அது பச்சை வெள்ளത്തിന് പകരം തിളപ്പിച്ച് കുറച്ച് ആറിയ വെള്ളമോ അല്ലെങ്കിൽ തിളച്ച വെള്ളമോ ഉപയോഗിക്കുന്നതാണ്. அது நல்ல கொதிச்ச தண்ணி யூஸ் பண்ணுறது தான் அந்த சமையல் கலையோட நுணுக்கத்தில் முக்கியமானது. இல்லாட்டி டேஸ்ட் மாறும். ഇതിപ്പോൾ നമുക്ക് അടച്ചിട്ട് വേവിക്കാം. 10 മിനിറ്റ്സ് ഇരുന്ന് വേവട്ടെ. ധാരാളമാണ്. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട്. അതെ, ഫുൾ ഫ്ലെയിമാണ്. തുറന്നു. നല്ല മണം. ശരിക്കും നല്ല വെന്ത് നമുക്കിനി ബാക്കി വെച്ച മല്ലിയിലയും കൂടെ അതിൻ്റെ പുറത്തൊന്ന് തൂവി മൂടി വയ്ക്കാം. ഞാൻ ഇതിനിടയിൽ ഉപ്പും എരിവൊക്കെ നോക്കി എല്ലാം കറക്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഐഡിയ ഉണ്ടെങ്കിൽ കമൻസിലൂടെ എനിക്ക് പറഞ്ഞു തരൂ കേട്ടോ. എല്ലാ പ്രേക്ഷകർക്കും സകല നന്മകളും നേരുന്നു. എല്ലാ നേറുകളും നലവും വളവും പെറ്റ് വാഴ്ത്തുകയും. വീണ്ടും മനസ്സിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നண்பர்களே, വീണ്ടും സന്ധിക്കും വരെ ബൈ ഫോർ നൗ.